ഒരു സമവായ കാൻഡിഡേറ്റ് എന്ന നിലയിൽ തൻ്റെ പേര് കടന്നു വരും എന്ന് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിനൊപ്പമുള്ളവരും വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. വി അരുൺ കൂടി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചെയ്യും. അവരുടെ എന്തായാലും ആരുടെ പേര് വന്നാലും കോൺഗ്രസിലെ തർക്കങ്ങൾ അവസാനിക്കില്ല, സംശയമില്ല. പിന്നീട് കൂടുതൽ ഡിമാൻഡുകളാകും. ഇപ്പോൾ തഴയപ്പെടുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ അവരുടെ നോമിനികളെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കണം. കോർപ്പറേഷൻ ബോർഡ് സ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ എന്തായാലും കോൺഗ്രസിലെ ഇതുവരെ ഈ 11 ദിവസം നടക്കുന്ന തർക്കത്തിൽ നിന്ന് ഒരയവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഹൈക്കമാൻഡിന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയേ പറ്റൂ. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് MLA-മാരും നേതാക്കളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് 1 മണിക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ തലസ്ഥാനത്തെ ലഭിക്കുന്ന ഒരു സൂചന? ആരുടെ പേരിനാണ് പ്രാമുഖ്യമെന്നാണ് അരുണിൻ്റെ ഇത്തരം ഒരു മാധ്യമരംഗത്തെ പരിചയത്തിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്ന് വ്യക്തമാക്കിയെടുക്കാൻ സാധിക്കുന്നത്? കോൺഗ്രസിൻ്റെ ഒരു പതിവ് തെറ്റിച്ചുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ സംഭവിച്ചത്. രഞ്ജിത്ത്, തീർത്തും അപ്രവചനീയവും പിരിമുറുക്കവും നിറഞ്ഞ അന്തരീക്ഷം തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുകളിലുള്ളത്. 3 ക്യാമ്പും ഒരുപോലെ വിശ്വസിക്കുന്നു. അതിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഒരു പ്രതീക്ഷ കൈവിട്ട സാഹചര്യത്തിലാണ് ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നതാണ് അദ്ദേഹം അടുത്ത കേന്ദ്രങ്ങളിൽ പറഞ്ഞത്. പക്ഷേ VD സതീശൻ അനുകൂലികളും അദ്ദേഹത്തിന്റെ ക്യാമ്പും അതുപോലെ തന്നെ KC വേണുഗോപാൽ ക്യാമ്പും വലിയ പ്രതീക്ഷയിലാണ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ KPC ആസ്ഥാനത്ത് കണ്ട കാഴ്ച വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ഒരു തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ അവിടെ കണ്ടതുപോലുള്ള ഒരു ടീം ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ശനിയാഴ്ച പൂർണ്ണമായും ഒരു 100 പേരുണ്ടായിരുന്നുവെങ്കിൽ 90 പേരും 95 പേരും KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത അനുയായികളാണ്. കേരളത്തിലെ സംഘടനാ ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സ്ഥാനിൽ ഉൾപ്പെടെയുള്ള KC അനുകൂലികൾ മുൻനിരയിലിരുന്ന KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നത് കാണാൻ കഴിഞ്ഞ ശനിയാഴ്ച അവിടെ കാത്തിരുന്നു. 6 മണി മുതൽ 7:30 വരെ അവർ അങ്ങനെ ഇരുന്നു. പക്ഷേ അന്നതുണ്ടായില്ല. പ്രഖ്യാപനം പിന്നീടത്തേക്ക് മാറ്റിയെന്ന് ACC നിരീക്ഷകരടക്കം പുറത്തു വന്ന മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന ഉറപ്പ്, രാവിലെ പ്രഖ്യാപനമെന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ പിന്നീട് വൈകുന്നേരത്തേക്ക് മാറിയ ഒരു സാഹചര്യമുണ്ടായി. അവിടെ സംഭവിച്ചത് ആളുകൾ കൂട്ടത്തോടെ വന്നുവെങ്കിലും അവിടെ ഏറിയ ആ പങ്കും VD സതീശനെ അനുകൂലിക്കുന്നവരായിരുന്നു. അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനവും അറിയിക്കട്ടെ, ഞങ്ങൾ അതിനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞവരായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ പ്രഖ്യാപനം നാളേക്ക് മാറ്റിയെന്ന് ഡൽഹിയിൽ ACC ആസ്ഥാനത്ത് ജയറാം രമേശ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞതിന് ശേഷമാണ് KC അനുകൂലികളായ നേരത്തെ സൂചിപ്പിച്ച നെയ്യാറ്റിൻകര സനലും മണ്ണക്കാട് സുരേഷും അടക്കമുള്ള ഒരു വലിയ സംഘം KPC ആസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ VD സതീശന്റെ പേരാണോ വരാൻ പോകുന്ന തരത്തിലുള്ള ഒരു സൂചനകൾ, അഭ്യൂഹങ്ങൾ അവിടെ പരന്നു. എന്നാൽ അതിനുശേഷം ഈ KC അനുകൂലികൾ ഉറപ്പിച്ചു പറയുന്നു, ഒരു സംശയവും വേണ്ട, KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും. അത്രയധികം പിന്തുണ അദ്ദേഹത്തിന് വിവിധ MLA-മാരിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്ക് അപ്പുറത്തേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടി ഘടകകക്ഷികളിൽ നിന്ന് പോലും ഉള്ള പിന്തുണ ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാകാം. പ്രധാനപ്പെട്ട നേതാക്കളിൽ, മുതിർന്ന നേതാക്കളിൽ, ഹൈക്കമാൻഡ് വിളിപ്പിച്ച നേതാക്കളിൽ ഒരു 80%-ലേറെയും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന അഭിപ്രായം ഉള്ളവരാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ MLA-മാരിലെ ഇക്കാലത്ത് കോൺഗ്രസ് തീരുമാനമെടുക്കുന്നത് നിയമസഭാ കക്ഷിയിലെ അംഗബലം അനുസരിച്ച് തന്നെയാണ്. അത്തരത്തിൽ വലിയ അംഗബലമുള്ളപ്പോൾ ആ തീരുമാനത്തെ മറികടന്നുകൊണ്ട് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായത്തെ പാടെ തള്ളിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കില്ല. അതുകൊണ്ട് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്ന ഉറപ്പിച്ചു തന്നെയാണ് KC ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. മറുഭാഗത്ത് VD സതീശൻ ക്യാമ്പാകട്ടെ അവർ വലിയ പ്രതീക്ഷയിലാണ്. ഘടകകക്ഷികളുടെ വലിയ സമ്മർദ്ദമുണ്ട്. മുസ്ലിം ലീഗിന്റെ അടക്കം വലിയ കടുത്ത നിലപാടുകളുണ്ട്. ആ നിലപാടുകളുള്ളപ്പോൾ ഈ നേരത്തെ ഇവർ സൂചിപ്പിച്ച MLA-മാരുടെ പിന്തുണയെന്നും KC വേണുഗോപാൽ പക്ഷം അവകാശപ്പെടും പോലുള്ള പിന്തുണയില്ല. ജനറൽ സെക്രട്ടറി സ്ഥാനം ഒരു പരിചയമാക്കിക്കൊണ്ട് അതിന്റെ എല്ലാ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ ലിസ്റ്റ് അട്ടിമറിക്കാൻ പോലും KC വേണുഗോപാൽ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണം ഹൈക്കമാൻഡ് മുന്നിൽ പോലും VD സതീശനും രമേശ് ചെന്നിത്തലയും വച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ ആ കണക്കുകളൊന്നും കാര്യമില്ല. MLA-മാരെ 1 to 1 കണ്ടപ്പോൾ അവരെല്ലാം കൃത്യമായ നിലപാട് വ്യക്തമാക്കി. MLA-മാർ നിർദ്ദേശിച്ച പേര് VD സതീശനാണെങ്കിൽ പോലും പലപ്പോഴും അത് രേഖപ്പെടുത്താൻ പല ഇതിലും അവർ തയ്യാറായില്ല എന്ന ഈ നിരീക്ഷകർക്കെതിരെയും ദീപാദാസ് മുൻഷിക്കെതിരെയും ഒക്കെ കടുത്ത വിമർശനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശൻ തന്നെ ജനവികാരവും ഈ ഘടകകക്ഷികളുടെയൊക്കെ ഒരു സമ്മർദ്ദവും എല്ലാം പരിഗണിച്ചുകൊണ്ട് അവരെല്ലാം നിലപാട് പരിഗണിച്ചുകൊണ്ട് VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഈ VD ക്യാമ്പ് ഉള്ളത്. ഈ രമേശ് ചെന്നിത്തല പൂർണ്ണമായും പ്രതീക്ഷ കൈവിട്ടിട്ടുമില്ല. ഈ തർക്കങ്ങൾക്കൊടുവിൽ സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ട് സോണിയാഗാന്ധി തനിക്ക് നേരത്തെ നൽകിയ വാക്ക് വിശ്വസിച്ചു തന്നെയാണ് ഇപ്പോഴും രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്നത്. താൻ തന്നെ പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുമുണ്ട്. ഏതായാലും ഇനി പ്രതീക്ഷകൾക്കും ഈ അവരുടെയൊക്കെ വിശ്വാസങ്ങൾക്കൊക്കെ മണിക്കൂറുകളുടെ മാത്രം ആയുസ്സാണ്. 11 മണിയോടുകൂടി നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്തെത്തും. അതിനു മുമ്പ് തന്നെ ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തെത്തും. 1 മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്, KPCC ആസ്ഥാനത്ത് വിളിച്ചിരിക്കുന്നത്. അതിൽ നേതാക്കൾ പങ്കെടുക്കും. KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരാനുള്ള തീരുമാനം ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഏത് നിമിഷവും ഒരു അനുകൂല സാഹചര്യം അദ്ദേഹം വന്നേക്കാം.
അതിനുള്ള തയ്യാറെടുപ്പുകളും KC ക്യാമ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഒരുപക്ഷേ ഈ നിയമസഭാ യോഗത്തിന് മുമ്പ് തന്നെ ഒരു പ്രഖ്യാപനമുണ്ടാകാം. അതിനുശേഷം ഇന്ന് തന്നെ നിയുക്ത മുഖ്യമന്ത്രി KPC പ്രഖ്യാപിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഗവർണറെ കാണും. അതിനുള്ള ക്രമീകരണങ്ങളും വലിയ രീതിയിൽ റോഡ് ഷോയിൽ തന്നെ രാജ്ഭവനിലേക്ക് പോകാനുള്ള ക്രമീകരണങ്ങളും കോൺഗ്രസ് ക്യാമ്പുകളിൽ ഒരുക്കുന്നുണ്ട്. ഈ 3 നേതാക്കൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. അവിടെ തന്നെ VD സതീശൻ, KC വേണുഗോപാൽ ഇവരിലൊരാൾ തന്നെ മുഖ്യമന്ത്രി അയക്കുമെന്ന ഒരു അഭ്യൂഹത്തിലാണ് ശക്തി കൂടുതൽ. ഇവരിലാര് എന്നത് വരും മണിക്കൂറിൽ മാത്രം അറിയാൻ കഴിയുന്ന ഒന്നാണ്. തീർച്ചയായും അതാണ് കാത്തിരുന്ന് കാണണം. നമുക്കറിയാം KC വേണുഗോപാൽ ചുരുക്കത്തിൽ ഈ 3 പേരിൽ കുറഞ്ഞത് KC വേണുഗോപാലെങ്കിലും ഒരു പക്ഷേ ഹൈക്കമാൻഡിന്റെ ആ തീരുമാനം അറിഞ്ഞു കാണണം. മറ്റു 2 പേരെയും അറിയിക്കുക എന്നുള്ളതാണ് ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി നമ്മൾ നിശ്ചയിക്കേണ്ടത്. KCയുടെ പേരിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മുതിർന്ന നേതാക്കൾ ഈ ഹൈക്കമാൻഡുമായി കൂടിയാലോചന നടത്തി. അവസാനവട്ട സമയത്ത് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ അല്പം മാറ്റങ്ങൾ വരുത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. VM സുധീരനും K മുരളീധരനും അടക്കമുള്ള മുൻ KPCC അധ്യക്ഷന്മാരെ ഫോണിൽ വിളിക്കുകയും അവരെ നേരിൽ കാണുകയും മറ്റും ചെയ്തു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അഭിപ്രായം അദ്ദേഹം തേടി. കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു. അതായത് MLA-മാരുടെ പിന്തുണ KCക്കുണ്ട് എന്ന് ആ പക്ഷം പറയുമ്പോഴും മുതിർന്ന നേതാക്കൾ എന്താണ് കേരളത്തിലെ ജനവികാരമെന്ന് ഏതാണ്ട് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചുള്ള തീരുമാനത്തിലേക്കാണോ ഹൈക്കമാൻഡ് എത്തുക, അതോ MLA-മാരുടെ തലയെണ്ണം നോക്കിയാണോ എത്തുക, അതോ ഘടകകക്ഷികളുടെ അഭിപ്രായത്തിന് പ്രാമുഖ്യം നൽകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് നമുക്കിനി വ്യക്തത വരേണ്ടത്. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് VD സതീശൻ്റെ വീടാണ്. എറണാകുളം ദേശത്തുള്ള വീടാണ്. അവിടെ നിരവധി ആളുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരുപക്ഷെ VD പുറത്തേക്ക് ഇറങ്ങി വരികയായിരിക്കും എന്ന് വേണം കരുതാൻ. മൊബൈൽ ഫോണുകളുമൊക്കെയായി അവിടെ ആളുകൾ VDയുടെ ദൃശ്യങ്ങൾ എടുക്കാനായി കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തേക്കുള്ള യാത്ര പുറപ്പെടുന്നതിനുള്ള ഒരുക്കത്തിലാണ്. ഏതാണ്ട് 7 മണിയോടുകൂടി വീട്ടിൽ നിന്ന് പുറപ്പെടുമെന്നാണ് അറിയിച്ചിരുന്നത്. അല്പം 15 മിനിറ്റ് വൈകിട്ടുണ്ട് എങ്കിലും പക്ഷേ VD സതീശൻ തന്റെ നിർണായക ദൗത്യത്തിനായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം. അദ്ദേഹം കാറിൽ കയറി. നേരത്തെ തന്നെ വാഹനം സജ്ജമായിരുന്നു. ചുരുക്കം ചില ആളുകൾ മാത്രം കൂടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാനത്തേക്ക് നിർണായകമായ ആ പ്രഖ്യാപനത്തിനായി തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയാണ്. എന്താണ് ഹൈക്കമാൻഡിന്റെ മനസ്സിലെന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. നിരവധി പ്രവർത്തകരും നേതാക്കളും VDയെ കാണാനും യാത്ര അയക്കാനുമായി അവിടെയുണ്ട്. തിരിച്ചു വരുമ്പോൾ നമ്പർ 1 സ്റ്റേറ്റ് കാറിലായിരിക്കുമോ VD തിരിച്ചു വരിക എന്നുള്ളതാണ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളത് വ്യക്തമായി കാണാം. VD സതീശൻ ഇപ്പോൾ തലസ്ഥാനത്തേക്ക് യാത്ര പുറപ്പെടുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കാൻ VD തയ്യാറാകുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നില്ല. പലപ്പോഴും മാധ്യമങ്ങളെ ഒഴിവാക്കിയുള്ള ഒരു സമീപനമാണ്. കാരണം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ. ഒരു പക്ഷേ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.